ഞായറാഴ്ച എന്നത് പൊതുവെ ഞങ്ങൾ 3 പേർക്ക് ഓരോരോ സ്ഥലങ്ങൾ കാണാനുള്ള ദിവസമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയിൽ തുടങ്ങിയിട്ട് എത്തി നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ ആകും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. 1269 അടി ഉയരമുള്ളൊരു മല കയറിയാലോ എന്നും പറഞ്ഞായിരുന്നു തുടക്കം. എത്തി നിന്നത് നമ്മുടെ സ്വന്തം മലയാറ്റൂർ മലയുടെ അടിവാരത്തിൽ. താഴത്തെ കുരിശടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ആഴ്ചയിൽ 6 ദിവസവും ഒരേ ഇരുത്തിരുന്ന് പണിയെടുക്കുന്നതിന്റെ എല്ലാ ലക്ഷണവും കാണാനുണ്ട്. പണ്ട് പുഷ്പം പോലെ ഓടിക്കേറിയ മലയൊക്കെ ഇന്നിപ്പോ എഴഞ്ഞു കയറേണ്ട അവസ്ഥ. ഏതായാലും ഇത് നല്ല ദൂരമുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് ചരിത്രം പഠിക്കാം. കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ മലയാറ്റൂര് കൊച്ചിയിൽ നിന്ന് 52 കിലോമീറ്റർ അകലെ പെരിയാർ നദിക്കരയിൽ മനോഹരമായ പശ്ചിമഘട്ടത്തിന്റെ ചരിവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ എന്ന വാക്കിന്റെ അർത്ഥം കര, മല, നദി എന്നിവയുടെ സംഗമസ്ഥാനം എന്നാണ്. വത്തിക്കാന്റെ ഔദ്യോഗിക ആസ്ഥാനമായ ഹോളി സീ അന്താരാഷ്ട്ര പദവി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണിത്. ഇന്ത്യയിലെ സെയിന്റ് തോമസിന്റെ പേരിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവും ഇതുതന്നെയാണ്. ഈസ്റ്റർ കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന വാർഷിക ഉത്സവമായ മലയാറ്റൂർ പെരുന്നാളിൽ കുരിശുമുടി കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് തോമസ് പള്ളിയിലേക്ക് എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ തീർത്ഥാടനം നടത്തുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെയിന്റ് തോമസിന് സമർപ്പിച്ചിരിക്കുന്ന 2 പള്ളികളാണ് മലയാറ്റൂരുള്ളത്. ഒന്ന് കുന്നിൻ മുകളിലും മറ്റൊന്ന് താഴെയും. മലയാറ്റൂരിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഉത്ഭവം AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്കുള്ള സന്ദർശനം നടത്തിയതിൽ ആണ് തുടങ്ങിയത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ മാർത്തോമാ ശ്ലീഹ ആദ്യമായി മലയാറ്റൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രതികൂലമായ സ്വീകരണം നേരിടേണ്ടി വരികയും അതേ തുടർന്ന് മലമുകളിലേക്ക് ഓടിപ്പോകേണ്ടിയും വന്നു. അവിടെ അദ്ദേഹം ദിവസങ്ങളോളം ഒരു പാറയിൽ കുരിശടയാളം വെച്ച് തീവ്രമായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അമ്മ മറിയം പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് പാറയിലെ ഈ സ്ഥലത്ത് ഒരു സ്വർണ്ണ കുരിശ് കണ്ടെത്തി. അങ്ങനെ ആ കുന്ന് പൊന്നിൻ കുരിശുമുടി എന്നറിയപ്പെട്ടു. പാറയിൽ വിശുദ്ധന്റെ കാൽപ്പാടുകളും കാൽമുട്ടുകളുടെ അടയാളങ്ങളും അതിന് സമീപത്തായി തന്നെ കണ്ടെത്തിയായിരുന്നു. സ്വർണ്ണ കുരിശിന് സമീപം അല്പം താഴെയായി പാറയിൽ പതിഞ്ഞിരിക്കുന്ന ആ കാൽപ്പാടുകൾ ഒരു ഗ്ലാസ്സിലാണ് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത്. മലമുകളിൽ തന്നെ കിഴക്കോട്ട് പോയാൽ ഒരു പുരാതന ചാപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ആന കുത്തിയ പള്ളിയെന്നാണ് ഇതറിയപ്പെടുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, ഏറെക്കാലം മുൻപ് ഈ സ്ഥലം വലിയ കാടുകളാൽ ചുറ്റപ്പെട്ടിരുന്ന സമയത്ത് അത് തകർക്കാൻ ശ്രമിച്ച ആനകളുടെയും എന്നിട്ടും പൊളിയാതെ നിന്ന പള്ളിയുടെയും അടയാളമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. 1595 കുന്നിൻ മുകളിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടമാണിത്. ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് ഒരു പുതിയ ചെറിയ ദേവാലയം പണിയുകയും പുരാതന പള്ളിയുടെ തകർന്ന മതിൽ ഒരു ഗ്ലാസ് പൊതിയിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പുരാതന ചാപ്പലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത കിണറുണ്ട്. വിശുദ്ധ തോമാസ് ശ്ലീഹ പ്രാർത്ഥനയ്ക്കിടെ ദാഹം ശമിപ്പിച്ച സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദാഹം തോന്നിയ വിശുദ്ധൻ പാറയിൽ തട്ടിയപ്പോൾ ശുദ്ധജലം ഒഴുകാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. രോഗശാന്തിക്കുള്ള ദിവ്യശക്തി ഈ കിണറ്റിലെ വെള്ളത്തിനുണ്ടെന്ന് തീർത്ഥാടകർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. കുരിശുമുടിയുടെ അടിവാരത്ത് നിന്ന് 1250 അടി ഉയരമുള്ള മുകളിലേക്കുള്ള ദൂരം ഏകദേശം 2.5 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെയാണ്. ഇത് കയറാനാണെങ്കിലോ ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കും. അപ്പോസ്തലന്റെ നാമം ജപിച്ചുകൊണ്ട് ധാരാളം തീർത്ഥാടകർ കുരിശുമുടിയിൽ കയറി പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് വിശുദ്ധ ദേവാലയം സന്ദർശിക്കാറുണ്ട്. ചില ഭക്തർ കുരിശുകൾ, കല്ലുകൾ, ചൂലുകൾ മുതലായവ ചുമക്കുമ്പോൾ ചിലർ മുട്ടുകുത്തി വരെ മല കയറാറുണ്ട്. വഴിയിൽ കുരിശിന്റെ വഴിയെ അനുസ്മരിപ്പിക്കുന്ന 14 അടയാളങ്ങളുമുണ്ട്. അവിടെ ഓരോന്നിലും ഭക്തർ പ്രാർത്ഥിക്കുകയും ചിലർ അവരുടെ ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി സ്വർണ്ണമാല, കുരിശുകൾ, കുരുമുളക്, സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള വളർത്തുമൃഗങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യാറുണ്ട്. ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഈ മലയെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇപ്പൊ കേറാൻ തുടങ്ങിയപ്പോ തോന്നുന്ന ക്ഷീണമൊന്നും ഇല്ലെങ്കിലും കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ, ഈ കിതപ്പൊന്ന് മാറിയിട്ട് വേണം തിരിച്ചിറങ്ങാൻ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കേറാനുള്ളത്ര പാട് ഇറങ്ങാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിറങ്ങാം അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് യുവർ ഒപ്പീനിയൻ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.